നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് നാർസിസിസം. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളതെന്ന്? ഇന്ന് നമ്മൾ ആ ആത്മീയ രോഗത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഖുർആനിലെ കഥകളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നൊരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഖുർആൻ എന്തിനാണ് ഫിറൗനിനെ പോലുള്ള അഹങ്കാരികളുടെ കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അവരെ വെറുതെ ഒന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ? അതോ അവരുടെയൊക്കെ സ്വഭാവം ഒരു കണ്ണാടി പോലെ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളോട് നമ്മളെ തന്നെ നോക്കാൻ പറയുകയാണോ? അതെ, അതാണ് പോയിന്റ്. ഈ കഥകളൊന്നും വെറും ചരിത്രപാഠങ്ങളല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ്. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് ആ ഫിറൗണിന്റെയും ഇബ്ലീസിന്റെയും ചെറിയൊരംശം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാനുള്ളൊരു അവസരമാണിത്. ഈ നാർസിസിസം എന്നൊക്കെ നമ്മൾ ഇന്ന് സൈക്കോളജിയിൽ പറയുന്ന വാക്കുണ്ടല്ലോ, ഇതിന്റെ വേരുകൾ ശരിക്കും നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൽ എത്രയോ ആഴത്തിൽ കിടക്കുന്നുണ്ട്. ഈ രോഗം എന്താണെന്ന് തിരിച്ചറിയാനും അതിനെ എങ്ങനെ നേരിടണമെന്നും ഖുർആൻ നമുക്ക് കൃത്യമായ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഈ അഹന്തയെ നമ്മളൊന്ന് തിരിച്ചറിയുക? ഇതിലേറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ സംസാരത്തിൽ തന്നെ കൃത്യമായിട്ട് തെളിഞ്ഞുവരും. ഇമാം ഇബ്നുൽ ഖയ്യിം ഇതിന്റെ ഭാഷാപരമായ ചില അടയാളങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെ, ഈ മൂന്നേ വാക്കുകൾ, അറബിയിലെ ഈ 3 ലളിതമായ വാക്കുകൾ, ഈ 3 വിഷം നിറഞ്ഞ വാക്കുകളാണ് ഖുർആനിലെ 3 വലിയ കഥാപാത്രങ്ങളെ പാടെ നശിപ്പിച്ചത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാശത്തിന്റെ 3 മുഖങ്ങളാണ്. ഖുർആൻ നമുക്ക് 3 ശക്തമായ ഉദാഹരണങ്ങൾ തരുന്നുണ്ട്: ഇബ്ലീസ്, ഫിർഔൻ, പിന്നെ കാറൂൺ. ഓരോരുത്തരും ഈ അഹന്തയുടെ ഓരോ ഭീകരരൂപത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഇബ്ലീസ്. അവന്റെ അഹങ്കാരത്തിന്റെ കേന്ദ്രം ഞാൻ, അതായത് അന എന്ന ഒരൊറ്റ വാക്കിലായിരുന്നു. തന്റെ ഉണ്മയിൽ താൻ എന്തിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നതിൽ അവൻ അങ്ങേയറ്റം അഹങ്കരിച്ചു. അവന്റെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കൂ: ഞാൻ അവനേക്കാൾ കേമനാണ്. ഇതാണ് അഹന്തയുടെ കാതൽ. മറ്റുള്ളവരെയൊക്കെ ചെറുതായി കാണുക, എന്നിട്ട് സ്വന്തം മഹത്വത്തിൽ അഭിരമിക്കുക. ഇനി അടുത്താള് ഫിറൗൻ. അവന്റെ അഹങ്കാരം എന്റേത് എന്ന വാക്കിലായിരുന്നു. അതായത് ലീ, ഉടമസ്ഥത, അധികാരം, അതിലായിരുന്നു അവന്റെ അഹങ്കാരം മുഴുവൻ. അവൻ ചോദിക്കുന്നത് കേട്ടില്ലേ, ഈ ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ എന്ന്. തനിക്കുള്ള അധികാരവും സമ്പത്തുമെല്ലാം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ എത്ര മാരകമായിട്ടാണ് അവൻ തെറ്റിദ്ധരിച്ചത്. അവസാനമായി ഖാരൂൺ. അവന്റെ അഹങ്കാരമെന്തായിരുന്നു? എന്റെ കഴിവിൽ, ഇന്ത്യ, തന്റെ അറിവിലും സ്വന്തം നേട്ടങ്ങളിലുമുള്ള ഒരുതരം അമിതമായ ആത്മവിശ്വാസം. എന്റെ കയ്യിലുള്ള അറിവുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ കിട്ടിയത് എന്നായിരുന്നു അവൻ പറഞ്ഞത്. തന്റെ കയ്യിലുള്ള അളവറ്റ സമ്പത്ത് ദൈവത്തിന്റെ ഒരു സമ്മാനമാണെന്ന് അവൻ കണ്ടതേയില്ല. പകരം അത് തന്റെ മാത്രം ബുദ്ധിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്ന് അഹങ്കരിച്ചു. അപ്പോ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. നാശത്തിന്റെ ഈ 3 രൂപങ്ങള് നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം തരുന്നുണ്ട്, അല്ലേ? ഇബ്ലീസ് ഞാൻ എന്ന അസ്തിത്വത്തിൽ, ഫിറൗൺ എന്റേത് എന്ന അധികാരത്തിൽ, ഖാറൂൺ എന്റെ കഴിവിൽ എന്ന അറിവിൽ. ഈ 3 വാക്കുകളും നമ്മൾ ഓരോരുത്തർക്കുമുള്ള വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ്. പക്ഷെ ഖുർആന്റെ ഒരു പ്രത്യേകത അതാണ്. അത് രോഗം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ കൃത്യമായ മരുന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ അഹന്ത എന്ന വിഷയത്തിനുള്ള മറുമരുന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം സൂറത്തുൽ കാഫിലെ ആ 2 തോട്ടങ്ങളുടെ ഉടമയുടെ കഥയാണ്. അവിടെ അഹങ്കാരിയായ ആ കൂട്ടുകാരനോട് വിനയമുള്ള സുഹൃത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംസാരത്തിന്റെ ഫോക്കസ് ഞാനിൽ നിന്ന് അല്ലാഹുവിലേക്ക് മാറ്റാൻ. മാഷാ അല്ലാ, അതായത് ഇത് അല്ലാഹു ഉദ്ദേശിച്ചതാണ് എന്നും ലാ ഖുവത്ത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല എന്നും പറയുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ കഴിവും ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അതാണ് അഹങ്കാരത്തിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി. അപ്പോ ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? എങ്ങനെയാണ് ഈ നാർസിസിസത്തിൽ നിന്ന് വിനയത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുക? ആദ്യം വേണ്ടത് ഒരു സത്യസന്ധമായ ആത്മപരിശോധനയാണ്. ഈ പറയുന്ന ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കുക. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ഒരു വിഷമവും തോന്നാതിരിക്കുക. എപ്പോഴും എന്റെ അവകാശം,
എന്റെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുക, തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഒരു ചെറിയ അംശമെങ്കിലും നമ്മളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഈ രോഗത്തെ മാറ്റിയെടുക്കാൻ ഇസ്ലാം 3 ശക്തമായ വഴികൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ യഥാർത്ഥ വില തീരുമാനിക്കുന്നത് തഖ്വയാണ്, അല്ലാതെ പണമോ പദവിയോ അല്ല. ഇതാരുടെ തെറ്റിനുള്ള മറുപടിയാണ്? ഫിർഔനിന്റെ. 2, സമ്പത്ത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അത് തരാനും എടുക്കാനും അവന് കഴിയും. ഇത് ഹാറൂനിന്റെ അഹങ്കാരത്തെ തകർക്കുന്നു. 3, നമ്മളാരും ഒന്നിന്റെയും യഥാർത്ഥ ഉടമസ്ഥരല്ല, വെറും സൂക്ഷിപ്പുകാർ മാത്രം. ഇത് ഇബ്ലീസിന്റെ ആ ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം നമ്മളെ അവസാനം ഒരൊറ്റ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിലും ചിന്തയിലും ആർക്കാണ് പ്രാധാന്യം? ഞാൻ എന്ന വാക്കിനാണോ അതോ അല്ലാഹു എന്ന വാക്കിനാണോ? നമ്മുടെ സംസാരത്തിൽ നിന്ന് ഞാൻ, എന്റേത്, എന്റെ കഴിവ് എന്നൊക്കെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവന്ന് പകരം അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയ വിജയം. നമുക്കീ ഒരു ശക്തമായ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. അഹങ്കാരത്തിൽ നിന്ന് രക്ഷ തേടാനും വിനയമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹുവേ, ഒരു സ്വേച്ഛാധിപതിയോ സത്യത്തെ ധിക്കരിക്കുന്നവനോ ആയി തീരുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആമീൻ.